നമസ്കാരം പ്രിയമുള്ളവരെ. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരെ മുൻനിർത്തി BJPയിലെ അസംതൃപ്തരായ ചില യുവ നേതാക്കന്മാരെ കോൺഗ്രസിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ആസൂത്രിതമായി ആരംഭിച്ചു എന്ന ചില റിപ്പോർട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സന്ദീപ് വാര്യരെ മുൻനിർത്തിയാണ് അത്തരം ഒരു നടപടിക്രമമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം BJPയിൽ ഒരു അടിമ ഉടമ സമ്പ്രദായമാണ് നിലവിൽ ഉള്ളത് എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മിക്ക BJP നേതാക്കന്മാരുടെയും ഒക്കെ അഭിപ്രായം. രാജീവ് ചന്ദ്രശേഖർ ഒരു മുതലാളിയെ പോലെ പെരുമാറുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് രാജീവ് ചന്ദ്രശേഖരോ മറ്റോ തന്നെ പങ്കുവച്ച ഒരു ചിത്രമാണ്. അത് മാരാർജി ഭവനിൽ തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ രാജീവ് ചന്ദ്രശേഖർ ആഹാരം കഴിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം ചില നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഒക്കെ ആഹാരം കഴിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് മാത്രം ഈ ചോറും കറികളുമൊക്കെ സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കി നൽകുന്നു. മറ്റുള്ള ആളുകളൊക്കെയും ചോറും കറിയുമൊക്കെ ഒന്നിച്ച് കഴിക്കുന്നുണ്ട്. അതും മാരാർജി ഭവനിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ക്യാൻറ്റീനിൽ ആണെന്ന് തോന്നുന്നു. അത് ട്രോളിക്കൊണ്ട് മുൻ പ്രസിഡന്റ് BJPയുടെ സംസ്ഥാന മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസും ഉണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അതായത് ആ പന്തിയിൽ പോലും ഒരു മുതലാളി പരിവേഷം പാർട്ടിയുടെ ക്യാൻറ്റീനിൽ പോലും രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കുന്നു എന്ന രീതിയിലാണ് ആ പരാമർശവും പത്രവാർത്തയും തുടർന്ന് മുൻ പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ ഉണ്ടാകുന്നത് എന്ന ഒരു വിശദീകരണം വരുന്നുണ്ട്. അതായത് ഒരു മുതലാളി മനോഭാവം രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അതിനെ എതിർക്കുന്ന ചില യുവജന നേതാക്കന്മാരൊക്കെ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു. അതിന് ചുക്കാൻ പിടിക്കുവാൻ സന്ദീപ് വാര്യരെ കോൺഗ്രസ് നിയോഗിക്കുന്നു എന്ന ഒരു വാർത്ത ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഉമ്മൻചാണ്ടിയോ അതുപോലെ സതീശനോ ഒന്നും അങ്ങനെയല്ല. അവർ ഈ അണികളുമായിട്ടൊക്കെ സഞ്ചരിക്കുകയോ യാത്ര ചെയ്യുകയോ പാർട്ടി ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ അവർ കഴിക്കുന്ന ആഹാരമൊക്കെ തന്നെയാണ് കഴിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും BJPയിൽ ഒരു അസംതൃപ്തി രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും അതിനുള്ളൊരു കാരണമായി വിവക്ഷിക്കപ്പെടുന്നത് മത്സരിക്കുവാൻ വേണ്ടി BJP കുറേ നേതാക്കന്മാരെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും അതുപോലെ കൃഷ്ണകുമാറും ഒക്കെ നിരന്തരം ഇങ്ങനെ ഓടി നടന്ന് മത്സരിക്കുകയാണ്. സുരേന്ദ്രൻ ഒരു ഇലക്ഷനിൽ തന്നെ കോന്നിയിലും ഒപ്പം കാസർകോട്ട് മഞ്ചേശ്വരത്ത് മത്സരിച്ചു ഒരു ബൈ ഇലക്ഷൻ്റെ സമയത്ത്. അതുപോലെ അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ നിരന്തരം മത്സരിക്കുന്നുണ്ട്. ഈ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഈ അടുത്തടുത്ത തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരു ഇലക്ഷൻ റിസൾട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം A ക്ലാസ് മണ്ഡലത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് പോലും ശോഭാ സുരേന്ദ്രന് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് നിയമസഭയിൽ മത്സരിച്ചു. അതിനു മുമ്പ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. കഴക്കൂട്ടത്ത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അങ്ങനെ ഓടി നടന്ന് മത്സരിക്കുന്ന ഒരു പ്രവണത BJPയുടെ കുറേ നേതാക്കന്മാരിലുണ്ട്. കൃഷ്ണകുമാർ ആണെങ്കിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതിനുശേഷം മലമ്പുഴയിൽ മത്സരിച്ചു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു. അതായത് കുറച്ച് നേതാക്കന്മാരിങ്ങനെ ഓടി നടന്നു മത്സരിക്കുന്നു. പാർട്ടിയിലെ യുവജന നേതാക്കന്മാർക്ക് അവസരം ലഭിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി ഇടുവാൻ ചില യുവജന നേതാക്കന്മാർ തീരുമാനിക്കുന്നത് എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നേരത്തെ രാജഗോപാലായിരുന്നു ഓടി നടന്ന് മത്സരിച്ചിരുന്നത്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ പാലക്കാട് നിയമസഭാ ഇലക്ഷൻ, പിന്നെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ, അങ്ങനെ എല്ലായിടത്തും ഓടി നടന്ന് മത്സരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും കൃഷ്ണകുമാറും ഒക്കെ ഏറ്റെടുത്തു എന്നാണ് പാർട്ടിയിലെ യുവജന നേതാക്കന്മാരുടെ ഒക്കെ ആരോപണം. അതായത് ഒരു വിഭാഗം ആളുകൾ മാത്രം മത്സരിക്കുന്നു എന്ന ഒരു ആരോപണമുണ്ട്. അതുപോലെ കോൺഗ്രസ് സംബന്ധിച്ച് BJPയുടെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും BJP ഇപ്പോൾ ശ്രമിക്കുന്നത് മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലേക്ക് BJPയിൽ കുറേ ക്രൈസ്തവ യുവജന നേതാക്കന്മാർ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അനൂപ് ആൻ്റണിയെ പോലെ, തിരുവല്ലയിൽ മത്സരിച്ച അനൂപ് ആൻ്റണിയെ പോലെ വളരെ കരുത്തനായ നേതാവാണ് അദ്ദേഹം. അവിടെ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 23,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് അവിടെ BJP പിടിച്ചത്. പക്ഷേ ഇപ്രാവശ്യം അവിടെ 43,000-ൽ പരം വോട്ടുകൾ പിടിച്ച് അനൂപ് ആൻ്റണി തിരുവല്ലയിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. 1ാം സ്ഥാനത്തെത്തിയ UDF സ്ഥാനാർത്ഥിയുമായിട്ട് വെറും 10,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം അവിടെ 3ാം സ്ഥാനത്തേക്കത് നീണ്ട 4 വർഷം അവിടെ വിജയിച്ചുകൊണ്ടിരുന്ന മാത്യു ടി തോമസ് എന്ന് പറയുന്ന മുൻ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, ആ ഇലക്ഷൻ പ്രചരണ രംഗത്തേക്കുള്ള കഴിവ്, അത് മാധ്യമങ്ങളൊക്കെയും പ്രശംസിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ തിരുവല്ലയിൽ ഇങ്ങനെ അവിടെ നിന്ന് പ്രവർത്തിച്ചു വരികയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം BJP സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുവാൻ സാധ്യതയുണ്ട് അനൂപ് ആൻ്റണി. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് കടന്നു കയറേണ്ടതുണ്ട്.
തങ്ങളുടെ വോട്ട് ബാങ്കായ ക്രൈസ്തവ മേഖലയിലേക്ക് BJP കടന്നു കയറുന്നത് തടുക്കേണ്ടതുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടുകൊണ്ടാണ് BJP നേതാക്കന്മാരെ ഇപ്പോൾ കോൺഗ്രസിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു വിശകലനം തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ BJPയുടെ വളർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് BJPയിലുള്ള ക്രൈസ്തവ നേതാക്കന്മാരെ തിരിച്ച് കോൺഗ്രസിലെത്തിക്കുക എന്ന ഒരു ഉദ്യമം അത് സന്ദീപ് വാര്യർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ ഒരു വ്യാമോഹം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJPയുടെ ഒരു വ്യാമോഹം എന്ന് പറയുന്നത് മൂന്നാം പ്രാവശ്യവും കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വരും, കോൺഗ്രസ് കുത്തഴിഞ്ഞ പുസ്തകം പോലെയാകും, കോൺഗ്രസിൻ്റെ അണികളൊക്കെയും ഒലിച്ച് BJPയിലെത്തും, നേതാക്കന്മാരെത്തും, UDF എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാകും എന്നൊക്കെയുള്ള വ്യാമോഹങ്ങളായിരുന്നു BJP നേതാക്കന്മാർക്കുണ്ടായിരുന്നത്. മിക്ക BJPയുടെ പ്രാദേശിക ജില്ലാ നേതാക്കന്മാരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ മൂന്നാം പിണറായി സർക്കാർ ഉറപ്പിച്ച രീതിയിലായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനൊക്കെ പറഞ്ഞത് നെക്ക് ടു നെക്ക് രണ്ടുപേരും ഒരേ കണക്ക് സീറ്റിൽ വരും, BJP ആണ് ആര് ഭരിക്കുന്നത് എന്ന് തീരുമാനിക്കുക എന്നൊക്കെയായിരുന്നു. പക്ഷേ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും അപ്രതീക്ഷിതമാക്കിക്കൊണ്ടാണ് UDF വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അറിയാം തങ്ങളുടെ വോട്ട് ബാങ്കുകൾ BJP കടന്നു കയറുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സവർണ ഹൈന്ദവ വോട്ടുകളിൽ നായർ സമുദായത്തിലേക്ക് BJP വളരെ ശക്തമായി തന്നെ കടന്നു കയറിയിട്ടുണ്ട്. ആ കടന്നുകയറ്റമൊക്കെ തടഞ്ഞു നിർത്തണം. BJP വളരെ കണ്ണിങ്ങായിട്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിനിടയിലേക്ക് കടന്നു കയറുന്നുണ്ട്. അതൊക്കെയും തടഞ്ഞു നിർത്താൻ ആ വിഭാഗത്തിലുള്ള നേതാക്കന്മാരെ കോൺഗ്രസിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചും ഇത്തരം നേതാക്കന്മാരെ ആകർഷിക്കുന്ന ഒരു ഘടകമുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിനു ശേഷം MLA ആയിട്ടുണ്ട്. BJPയിൽ നിന്നാൽ അങ്ങനെ MLA ആകുവാനുള്ള സാഹചര്യം ഒന്നും ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും BJP ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. അതുപോലും 3 സീറ്റിനപ്പുറം പോയിട്ടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കാമെന്ന് BJPയുടെ യുവജന നേതാക്കന്മാരാരും കരുതുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരെ മോഹിപ്പിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കോൺഗ്രസ് എത്തിയാൽ ഒരുപക്ഷെ ബോർഡോ കോർപ്പറേഷനോ ഒക്കെ കിട്ടേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളും വരികയാണ്. അങ്ങനെയാണെങ്കിൽ വരും മാസങ്ങളിലോ ദിവസങ്ങളിലോ ഒക്കെ BJPയുടെ യുവജന നേതാക്കന്മാർ ഒരുപക്ഷെ ബോർഡോ കോർപ്പറേഷനോ ഒക്കെ നേടിയെടുത്തുകൊണ്ട് കോൺഗ്രസുമായി വിലപേശി വാങ്ങിച്ചുകൊണ്ട് കോൺഗ്രസിലെത്തുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളിലും എത്തുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വാസ്തവം. എന്തായാലും VD സതീശനും KC വേണുഗോപാലും ഒപ്പം രമേശ് ചെന്നിത്തലയും ഒക്കെ ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത് എന്ന സൂചന ലഭിക്കുകയാണ്. BJPയുടെ വോട്ട് ബാങ്കുകളെ അത് തിരികെ കോൺഗ്രസിലെത്തിക്കുക, BJPയുടെ യുവജന നേതാക്കന്മാരെ പാർട്ടിയിലെത്തിപ്പിക്കുക എന്ന രീതിയിൽ ഓപ്പറേഷൻ താമരയ്ക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്ത്യത്തിൻ്റെ തുടക്കമായേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് BJP ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. കോൺഗ്രസിൻ്റെ അപചയം, അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു BJP ലക്ഷ്യമാക്കിയിരുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അത് ആ പാർട്ടിയിലെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമൊക്കെ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് BJPയുടെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുവാനുള്ള ആസൂത്രിത ശ്രമം ആരംഭിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്ന് തന്നെയാണ് വാർത്തകളൊക്കെയും സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.